സ്റ്റുഡൻസ്, ഇനി നമ്മൾ മൊഡ്യൂൾ 4 ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് 2 പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏരിയ അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏരിയയിലുള്ള 2-3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഏരിയ, അപ്പോൾ മെയിൻ ആയിട്ട് നമ്മളോട് ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ അണ്ടർ ആ ഫംഗ്ഷൻ്റെ താഴെയുള്ള പോർഷൻസ് പറഞ്ഞാൽ ഇത്രയും പോർഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഫ്രം ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു ഫ്രം 1 to 2, ഈ 1 മുതൽ 2 വരെയുള്ള ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. എളുപ്പമാണ്, ജസ്റ്റ് സിമ്പിൾ ഇൻ്റഗ്രേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ഇത്. 3 മാർക്കിന് ചോദിച്ച് കാണലുണ്ട് കേട്ടോ ഈ ടൈപ്പ് ക്വസ്റ്റ്യന്. Find the area under the straight line y is equal to 2x plus 3 bounded by the x-axis and the coordinates at x is equal to 1, x is equal to 3. ഓക്കെ, ഒന്നുമില്ല, നമ്മളോട് ഏരിയ കാണാനാണ് പറഞ്ഞത്. അണ്ടർ എ സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. y is equal to 2x plus 3 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ട്രേറ്റ് ലൈൻ്റെ താഴെ വരുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ്. ഫ്രം x is equal to 1 to x is equal to 3. അപ്പം നിങ്ങൾ ഇവിടുന്ന് ചൂസ് ചെയ്യേണ്ട 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് y is equal to 2x plus 3. ഈ 2x plus 3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. എവിടെ തൊട്ട് എവിടെ വരെ, 1 മുതൽ 3 വരെ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 3 2x plus 3 dx. ഓക്കെ, എന്താ വരിക, 2 ഇൻറ്റു എന്താണ് 2 ഇൻ്റഗ്രൽ 1 to 3 2x നമുക്ക് 2x plus 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 3 dx. ഓക്കെ, 2x ഒരു ഇൻ്റഗ്രേഷന് ഞാൻ കൊടുത്തു, x3ക്ക് വേറൊരു ഇൻ്റഗ്രേഷന് ഞാൻ കൊടുത്തു, സ്പ്ലിറ്റ് ആക്കി. ഇനി ആ ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ ഇൻ്റഗ്രൽ 2xൻ്റെ വരിക, 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് x²/2 ആണ്, ഫ്രം 1 to 3, പ്ലസ് ഇൻ്റഗ്രൽ 3 എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് ആണ്, ഫ്രം 1 to 3. ഓക്കെ, ആദ്യം ഞാൻ ലിമിറ്റ് കൊടുക്കുകയാണ്. 2 ഇൻറ്റു ആദ്യം 3ക്ക് 1 സോറി എക്സിന് 3 കൊടുക്കുന്നു. അപ്പോൾ 3²/2 മൈനസ് 1 ആണ് ലോവർ ലിമിറ്റ്, 1²/2 പ്ലസ് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് എക്സിന് 3 കൊടുത്തു, ലോവർ ലിമിറ്റ് എക്സിന് 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 3² എന്ന് പറയുന്നത് 3² 9 ആണ്. അപ്പം 9/2 മൈനസ് 1/2 പ്ലസ് 3 ഇൻറ്റു 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പം 2 ഇൻറ്റു 9 മൈനസ് 1 8/2 പ്ലസ് 3 ഇൻറ്റു 2 6, 2ഉം 2ഉം കട്ടാവും, 8ഉം 6ഉം 14. ഓക്കെ, അപ്പം 14 ആൻസർ വരിക, ഏരിയ വരിക കേട്ടോ. സ്ക്വയർ ഫീറ്റോ എന്താ വെച്ചാൽ സ്ക്വയർ യൂണിറ്റ്സ് കേട്ടോ, സ്ക്വയർ ഫീറ്റോ സ്ക്വയർ മീറ്ററോ സ്ക്വയർ സെൻറ്റിമീറ്ററോ എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്ക്വയർ യൂണിറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കാണുക. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനാണ് ഏരിയ. സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ വരുന്നത്. ആ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഇനി ഇതിന് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ y is equal to 4 minus x² about x axis. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്കിവിടെ ലിമിറ്റ് തന്നിട്ടില്ല, അപ്പോൾ ആ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ, എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y is equal to 0 ആയിരിക്കും. ഓക്കെ, അതായത് എക്സ് ആക്സിസിൽ y 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, എബൌട്ട് എക്സ് ആക്സിസ് എന്ന് തന്നതുകൊണ്ട് നമ്മൾ y 0 ആണ്. സോ നമ്മൾ 4 മൈനസ് x², ഇവിടെ y is equal to 4 മൈനസ് x² ആണല്ലോ, അപ്പം ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. ഇതിന് മൈനസ് x² അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, 4 is equal to പ്ലസ് x² ആവും. അപ്പം എപ്പോഴാണ് x² is equal to 4 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക, s is equal to ഒന്നുകിൽ +2 ആയിരിക്കും ഓർ -2 ആയിരിക്കും. സോ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് x is equal to -2 ആൻഡ് x is equal to 2. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളോട് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ y is equal to 4 minus x². അപ്പം ഒരു 4 minus x² എന്ന് പറഞ്ഞ ഒരു പാരബോളയാണ്. അപ്പം x -2 മുതൽ x2 വരെ, ഓക്കെ, ആ സ്ഥലം വരെ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ഇൻ്റഗ്രേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ചെയ്യുമ്പം ഇൻ്റഗ്രൽ -2 to 2 4 മൈനസ് x² dx ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ -2 to 2 4 dx മൈനസ് ഇൻ്റഗ്രൽ -2 to 2 x² dx. ഓക്കെ, അപ്പോൾ 4ൻ്റെത് 4x ഫ്രം എന്താ വരിക, -2 to 2 മൈനസ് x²ൻ്റെത് x³/3 ഫ്രം -2 to 2. ലിമിറ്റ് കൊടുക്കുകയാണ്. 4 ഇൻറ്റു എക്സിന് 2 കൊടുത്തു, മൈനസ് -2 മൈനസ് എക്സിന് 2 കൊടുക്കുമ്പോൾ 2³/3 മൈനസ് -2³/3 വരും. ഓക്കെ, അപ്പം 4 2 + 2 ആണ് ഇവിടെ വരിക. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ 2 + 2 4 ആവും, മൈനസ് 2³ 8/3 മൈനസ് 2³ എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, അപ്പം 8/3.
ഓക്കെ. അപ്പം 4 4 16 മൈനസ് 8 8 16/3 വരും. ഓക്കെ. നമുക്ക് ഒന്നും കൂടി ഇതിന് ഭംഗിയിൽ എഴുതുമ്പം 16 × 3 മൈനസ് 16/3 ആൻസർ വരിക. അപ്പം എന്താ വരിക? 16 × 2 32 അല്ലേ, 6 6 12 32/3 ആയിരിക്കും ആൻസർ വരിക, സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ. അപ്പോൾ 32/3 ആണ് ആൻസർ വരിക. അപ്പോൾ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന് 3 മാർക്കിന് ചോദിക്കും, അതായത് നമ്മളുടെ ഫംഗ്ഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, ലിമിറ്റും തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? 1 from 1 to 3 y = 2x+3 ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, ലിമിറ്റ് തന്നിട്ടുണ്ടാവില്ല, അബൌട്ട് എക്സ് ആക്സിസോ അബൌട്ട് വൈ ആക്സിസോ തന്നിട്ടുണ്ടാവും. അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ y = 0 ആയിരിക്കും. y = 0 എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ y = 4 - x² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം അതിന് 4 - x² = 0 കൊടുത്താൽ മതി. എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ.